അങ്ങനെ അല്ലല്ലോ പൊതുവിലുള്ള അഭിപ്രായം. എടാ സ്റ്റാർ ആണെങ്കിലേ ജാട കാണിക്കാൻ പറ്റൂ, ഞാനതല്ല, അതുകൊണ്ടായിരിക്കും. എങ്ങനെ നീ അതൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അനുസരിച്ച് ചെയ്യാം. അല്ല യൂഷ്വലി ഇതെങ്ങനെയാണ് താരജാടയുടെ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അപലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നീ പറയടാ, നീ ഇത്രയും ആൾക്കാർ കാണുന്നതല്ലേ, നീ ആൾക്കാരുടെ പേരെടുത്ത് പറ. ഒരാളുടെ പേര് പറ, നല്ല താരജാടയുള്ള ഒരു ആക്ടറുടെ പേര് പറ. പറ. കിട്ടാത്തോണ്ട് തങ്കച്ചനെന്ന് മകളെ പറടാ. വേണ്ടേ? വിട്ടാ? നിർത്തിയാ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അല്ല ഒരു മിനിറ്റ്, നീ മറ്റേ പറ, താരജാടയുള്ള നടൻ ഒരാളെ പറ. മൈക്കൊടുക്കും. നിങ്ങൾ ഭയങ്കര മറ്റേ ഫ്രട്ടേണിറ്റി ആണല്ലേ, നിങ്ങൾ അവന്റെ മുഖത്തേക്ക് ക്യാമറ വയ്ക്കാത്തത്? എടാ ഈ ഐക്യ സിനിമാക്കാർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ. നീ അതൊന്നും വിട്ടേക്ക്, നീ ഇത് പറ. എന്നെ കുറെ നേരമായിട്ട് പൊക്കി, അത് കുറച്ച് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഓക്കെ, എനിക്ക് മതി, എനിക്കൊന്ന് നിറഞ്ഞു, ഓക്കെയാണ്, എൻ്റെ ഫില്ലായി. മോൻ്റെ ക്വസ്റ്റ്യൻ പറ, അല്ല ആൻസർ പറ. ഇല്ല ഇപ്പൊ പറയണം. നീ പറഞ്ഞു പല നടന്മാർക്കും താരജാടയുണ്ട്, ഒരാളുടെ പേര് പറയാൻ നിനക്ക് പറ്റുന്നില്ലേ? നിന്റെ സകല പത്രപ്രവർത്തക ദൈവങ്ങളും കോപിക്കും. വേണ്ട പിന്നെ പറയാം. പറ. അപ്പം മനസ്സിലായല്ലോ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഉത്തരം പറയാം. അപ്പൊ തിരിച്ച് അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ പ്ലിങ്. ഓക്കെ, അപ്പൊ ഇതിൽ നിർത്താം. ചക്ര, അപ്പൊ നീ അത് കുറയ്ക്കുന്നതിനോടൊപ്പം നമ്മൾ ആക്ഷൻ പടം ചെയ്യും. ഓക്കെ അല്ലേ? താങ്ക് യു. അപ്പോൾ ഫെബ്രുവരി 13 തനിനിറം കാണുക. ശരി, ബൈ. യെസ്, അപ്പോൾ